ഹായ് കൂട്ടുകാരെ, ബേസിക് സയൻസിൻ്റെ കുറേ ഭാഗങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നോക്കാം. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പേഴ്സ് ഗോ അപ്പ് ഓർ ഡൗൺ? ഓരോ ജീവികളുടെ നമ്പേഴ്സ് കുറവായാലോ കൂടുതലായോ എന്തോ സംഭവിക്കാം. നമുക്ക് നോക്കാം. എക്സാമിൻ്റെ ഫുഡ് വെബ്. ഈ ഫുഡ് വെബ് കണ്ടോ? ആ ഫുഡ് വെബിൽ എന്തൊക്കെയുണ്ട്? ഒരു പ്ലാന്റ്സ് ഓരോ ജീവികളെ കഴിക്കും അല്ലേ? ആ ഫുഡ് വെബിൽ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ടൈഗേഴ്സ് ഡിസപ്പിയർ ഫ്രം ദിസ് ഹാബിറ്റാറ്റ്? ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന്, ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഈ ടൈഗർ നശിച്ചു പോയെന്ന് വിചാരിച്ചു, എങ്കിൽ എന്താ സംഭവിക്കുന്നേ? ഈ ടൈഗറിന്റെ ഭക്ഷണങ്ങളെല്ലാം കൂടി വരും. വെരി ഗുഡ്. ടൈഗർ കഴിക്കുന്ന ഭക്ഷണമായ മാനിൻ്റെ എണ്ണവും അല്ലെങ്കിൽ കൗവിൻ്റെയും പോത്തിൻ്റെയൊക്കെ എണ്ണം, ഫോക്സിൻ്റെയൊക്കെ എണ്ണം കൂടി വരും അല്ലേ? വിച്ച് ഓർഗാനിസം വിൽ ഇൻക്രീസ് ഇൻ നമ്പർ? ടൈഗർ നശിച്ചു പോയ ഏതൊക്കെ ഓർഗാനിസം ഇൻക്രീസ് ചെയ്യും? ഫോക്സ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസ്? ഈ ഡിയറിന്റെ, മാനിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്താൽ എന്തോ സംഭവിക്കും? ഒരു ചെടിയും കാണത്തില്ല. എന്താ? മാനിന് ആഹാരം എന്താണ്? ചെടികളാണ്. ചെടികളെല്ലാം ഡീർ തിന്ന് ഡീർ ഒത്തിരി അങ്ങ് പെരുകിയിട്ട് പിന്നെ ഡീറിന് കഴിക്കാൻ ഒന്നും ഇല്ലാതെയാവും. വൈ ടൈഗർ കൺസർവേഷൻ? എന്തുകൊണ്ടാണ് കടുവയെ സംരക്ഷിക്കേണ്ടത്? ദ ടൈഗർ ഈസ് ഓൺ എമംഗ് ദ ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ്. ഫുഡ് വെബിലെ ഏറ്റവും മുകളിലുള്ള ഒരു കണ്ണിയല്ലേ ടൈഗർ എന്ന് പറയണേ? ഓർഗാനിസം ഈച്ച് ലിങ്ക് പ്ലേ കീ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്തി നമ്പർ ഓഫ് ഹെർബിവോഴ്സ് ആൻഡ് കാർണിവോഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു ആവാസ വ്യവസ്ഥയിലെ സസ്യാഹാരത്തിൻ്റെയും, സസ്യം കഴിക്കുന്ന ജീവികൾ, ഹെർബിവോർസ് എന്ന് വെച്ചാൽ സസ്യം കഴിക്കുന്ന ജീവികൾ, കാർണിവോഴ്സ് എന്ന് വെച്ചാൽ മാംസം കഴിക്കുന്ന ജീവികൾ, എണ്ണം ഹെൽത്തി ആയിട്ട് നിലനിർത്തുന്നതിന് ഓരോ ജീവികൾക്കും പ്രാധാന്യമുണ്ട് അല്ലേ? അതിലൊക്കെ ഈ ഫുഡ് വെബിലെ ഓരോ കണ്ണിക്കും പ്രാധാന്യമുണ്ട്. If some organism in the lower links of the food web disappears, they may be replaced by other organism that perform the same function. ഇപ്പോൾ ഈ ചെറിയ ജീവികളില്ലേ, കുഞ്ഞ് ഈ ഫുഡ് വെബിലെ ചെറിയ കണ്ണികളില്ലേ, അതിലേതെങ്കിലും ഒരു ജീവി നശിച്ചു പോയെന്ന് ഇരിക്കട്ടെ. അതായത് ഇവിടെ ഒരു ഗ്രാസ് ഹോപ്പർ നശിച്ചു പോയെന്ന് വിചാരിച്ചോ. കോഴി ഗ്രാസ് ഹോപ്പറിന് മാത്രമാണോ ജീവിക്കുന്ന ആഹാരമാക്കും? പ്ലാന്റ്സിന് ഗ്രാസ് ഹോപ്പർ മാത്രമേ കഴിക്കുള്ളൂ? വേറെ ഒത്തിരി ജീവികൾ പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ചെറിയ ജീവികളിൽ നമുക്ക് എന്തെങ്കിലും ഡിസപ്പിയർ ചെയ്താൽ, ഏതെങ്കിലും ജീവികൾ ഡിസപ്പിയർ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, അത്ര പ്രശ്നമൊന്നുമില്ല. ഇഫ് ദർ ആർ നോ അതർ ക്രീച്ചേഴ്സ് ലൈക്ക് ദ ടൈഗർ, ദർ ആർ നോ വൺ ടു പെർഫോം ഇറ്റ്സ് ഫങ്ഷൻ. നമ്മുടെ ടൈഗറിനെ പോലുള്ള ജീവികളില്ലാതായ അതിന് പകരമായിട്ട് അതിൻ്റെ കടമ നിർവഹിക്കുന്ന മറ്റു ജീവികൾ ഉണ്ടാവുമോ? അധികമൊന്നുമില്ല അല്ലേ? മാനിനെ പോലെ വലിയ ജീവികൾ ആഹാരമാക്കുന്ന വേറെ ജീവികളുണ്ടോ? ടൈഗർ, ലയണ്, ഇതൊക്കെയല്ലേ ഉള്ളൂ. വേറെ ജീവികളൊന്നുമില്ല അല്ലേ? അപ്പോൾ ടൈഗർ ഡിസപ്പിയർ ചെയ്താൽ എന്ത് പറ്റും? ഇങ്ങനത്തെ ജീവികളുടെ എണ്ണം വർദ്ധിക്കും. Therefore, conservation of high-ranking organism like the tiger is a priority. അതുകൊണ്ട് കടുവയെ പോലുള്ള വലിയ ജീവികളെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ബൈ കൺസർവേറ്റിംഗ് ടൈഗേഴ്സ് എ ലാർജർ ഹാബിറ്റേറ്റ് ഈസ് ബീയിങ് കൺസർവ്ഡ്. കടുവയെ സംരക്ഷിക്കുന്നതിലൂടെ ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റത്തെ മുഴുവനായിട്ട് നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ടൈഗർ മനുഷ്യനെ ഉപദ്രവിക്കുകയല്ലേ. ഇപ്പോഴും നാട്ടിലൊക്കെ ടൈഗർ ഇറങ്ങി ഒത്തിരി ആൾക്കാരെ ഉപദ്രവിക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ വിചാരിക്കും ടൈഗറിനെ കൊല്ലണം അല്ലെങ്കിൽ നമ്മളെയൊക്കെ നശിപ്പിക്കുമെന്ന്. പക്ഷേ ടൈഗറിനെ നശിപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നേ? മാനുകളുടെ എണ്ണം കൂടും, അല്ലെങ്കിൽ ഫോക്സുകളുടെ എണ്ണം കൂടും, അതുപോലെ വലിയ വലിയ ജീവികളുടെ
ടൈഗർ ഭക്ഷണമാക്കുന്ന വലിയ ജീവികളുടെ എണ്ണം കൂടി എക്കോസിസ്റ്റത്തിന് തകരാറാവും. അതുകൊണ്ടാണ് ടൈഗറിനെ ഇപ്പോഴും നമ്മൾ ഇന്ത്യയിലുള്ളവരൊക്കെ, ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും കൺസർവ് ചെയ്യുന്നത്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അടുത്ത ടോപ്പിക്ക് ദ ഇൻവാൻഡേഴ്സ്. ഇൻവാൻഡേഴ്സ് എന്ന് വെച്ചാൽ എന്താ? അധിനിവേശക്കാർ. അധിനിവേശക്കാർ എന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേർന്നവർ. ദ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് ഈസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ആഫ്രിക്കൻ ഫിഷ്, ഈ കണ്ടോ, ഈ ക്യാറ്റ് ഫിഷ് കണ്ടിട്ടുണ്ടോ? നമ്മളെ മുഷി പോലെ ഇരിക്കുന്നത് ആഫ്രിക്കനിൽ കാണപ്പെടുന്ന ഒരു ഫിഷാണ് ഏത്? ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഫിഷ്. നമ്മൾ മുഷി മീനില്ലേ, മീശയുള്ള ഒരു മുഷി മീനുണ്ടല്ലോ, അതുപോലത്തെ ഫിഷാണ് ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ്. അതെവിടാ കാണുന്നത്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് കാണപ്പെടുന്നത്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ലി. അതെങ്ങനെ? പെട്ടെന്ന് വളരുകയും ചെയ്യും, പെട്ടെന്ന് അത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും, ഒത്തിരി കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഉണ്ടാക്കും. ദേ ഫൗണ്ട് ആസ് ആൻ ഇൻവാസീവ് ഫിഷ് ഇൻ സം വാട്ടർ ബോഡീസ് ഓഫ് കേരള. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ ഈ ക്യാറ്റ് ഫിഷ് വന്ന് ചേർന്നിരിക്കും, അധിനിവേശം ചെയ്യപ്പെട്ടതായിട്ട് കാണപ്പെടുന്നുണ്ട്, വന്ന് കുടിയേറി പാർത്തതുപോലെ കാണപ്പെടുന്നുണ്ട്. The African catfish feeds on native fish in the water bodies. Native fish എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇവിടെ ഉള്ള ഫിഷിനെ ആര് ആഹാരമാക്കുന്നുണ്ട്? ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് ആഹാരമാക്കുന്നുണ്ട്. നമുക്കിവിടെ കുഞ്ഞു ഏത് മീനാ ഉള്ളത്? ഇവിടെയൊക്കെ കാണപ്പെടുന്ന മീൻ ഏതാ? ഗപ്പി. അത് ഗപ്പി നമ്മൾ വളർത്തുന്നത്, അല്ലാതെ കരിമീൻ, തിലോപ്പിയ, ആറ്റുവാള, അങ്ങനെ കുറേ ഫിഷസ് ഉണ്ടല്ലോ. അതിനെയൊക്കെ ആര് കഴിക്കും? വരാല്. അതിനെയൊക്കെ ആര് കഴിക്കും? ഈ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് കഴിക്കും. അങ്ങനെ ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചത്തുപോലെ ഒത്തിരി മീനുകളെ ഈ ക്യാറ്റ് ഫിഷ് വളർന്ന് ഇത് പെട്ടെന്ന് വർദ്ധിക്കുമല്ലോ. ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് പെട്ടെന്ന് വർദ്ധിക്കത്തില്ലേ? ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് പെട്ടെന്ന് വർദ്ധിക്കുമ്പോൾ ഇതെല്ലാം കൂടെ വന്ന് നോർമൽ ഫിഷസിനെ പെട്ടെന്ന് കഴിച്ച് നമ്മുടെ നോർമൽ ഫിഷിൻ്റെ അളവ് കുറയും. The organism that feed on the African catfish are not found in our water bodies. വേറൊരു പ്രത്യേകത എന്താ? ആഫ്രിക്കൻ കാറ്റ്ഫിഷിനെ കഴിക്കുന്ന ഒരു ഫിഷസും ഇവിടെ ഇല്ല. അപ്പോഴെന്ത് ചെയ്യും? ഇതിനെ മാത്രം എല്ലാവരും തിന്നുകൊണ്ടിരിക്കും. ഇതിനെ തിന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിനെ തിന്നുന്നത് ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ മീനുകളെല്ലാം ചത്തുപോകും, ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. What will happen to the habitat if an African catfish reaches to a local pond? നമ്മളൊരു കുഞ്ഞു നമുക്ക് നോക്കാം. ആ കുഞ്ഞു കുളത്തിൽ കുറച്ച് ആഫ്രിക്കൻ ഫിഷ് ആരെങ്കിലും കൊണ്ടിട്ടെന്ന് വിചാരിച്ചോ, അപ്പോഴെന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ബാക്കിയുള്ള മീനുകൾ ചത്തുപോയല്ല, ബാക്കിയുള്ള എല്ലാ മീനുകളെയും ഈ ആഫ്രിക്കൻ ഫിഷ് കഴിച്ച് അവസാനം ആഫ്രിക്കൻ ഫിഷസിൻ്റെ എണ്ണം അങ്ങ് വർദ്ധിക്കും. എണ്ണം വർദ്ധിക്കുമ്പോഴെന്ത് ചെയ്യും? പിന്നെ ആഫ്രിക്കൻ ഫിഷിനും ഫുഡ് കാണുമോ? അവിടുത്തെ എല്ലാ മീനുകളെയും തിന്നെന്ന് വിചാരിച്ചോ, തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഫുഡ് കാണുമോ? അതും ചത്തുപോകും. അങ്ങനെ ഒരു എക്കോസിസ്റ്റം തന്നെ നശിച്ചു പോകും. Find out if your locality has any of these invasive organisms. Identify and present what problems they cause to other plants and creatures. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഇതുപോലെ ഇൻവാസീവ് ഓർഗാനിസം ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഇതുപോലെ അധിനിവേശമായിട്ട് വന്ന ഏതെങ്കിലും ജീവികളെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഒച്ചയൊക്കെ വന്നിട്ടില്ലേ? ആഫ്രിക്കൻ ഒച്ച് വന്ന് ഇവിടെ എല്ലാം നശിപ്പിക്കത്തില്ലേ? അതുപോലെ വേറെ ഏതാ? കരിഞ്ചെള്ള്, കരിച്ച ചെല്ലി എന്നൊക്കെ പറയും. ആ ജീവി എന്താ ഇവിടെ വന്ന് ആരെ നശിപ്പിക്കത്തില്ല, പക്ഷെ കൂടി വരും. വാട്ട് ആൾ ഇൻഫർമേഷൻ മസ്റ്റ് ബി കളക്റ്റഡ്? വാട്ട് ആർ ദ അനിമൽസ്? വാട്ട് ആർ ദ പ്ലാന്റ്സ്? വേ ഷുഡ് ദ ഇൻഫർമേഷൻ ബി കളക്റ്റഡ് ഫ്രം അഡൽട്ട്? അപ്പോൾ നമ്മളിത് എവിടെ നിന്ന് കളക്ട് ചെയ്യണം? വലിയ മുതിർന്നവരോട് ചോദിക്കണം കേട്ടോ. അല്ലാതെ നമുക്ക് ചിലപ്പോൾ അറിവില്ലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വലിയ മുതിർന്നവരോട് ചോദിച്ച് കളക്ട് ചെയ്ത് എഴുതണം. ഫുഡ് റിലേഷൻഷിപ്പ്.
ഫുഡ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താ? ആഹാരവുമായിട്ടുള്ള ഒരു ബന്ധം. ഇവിടെ ഒരു ഫുഡ് വെബ് ഉണ്ട് അല്ലേ? ലുക്ക് അറ്റ് ദ ഫുഡ് വെബ്. പ്ലാന്റ്സ്, അത് ഒരു വേം പ്ലാന്റ്സിനെ കഴിക്കുന്നു. അതുപോലെ തന്നെ ഒരു സ്ക്വിറൽ പ്ലാന്റ്സിനെ കഴിക്കുന്നു. ഗ്രാസ് ഹോപ്പർ പ്ലാന്റ്സിനെ കഴിക്കുന്നു. കണ്ടോ? ഫുഡ് വെബ് കണ്ടല്ലോ. ഫുഡ് വെബിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും നേരം നമ്മൾ അതൊക്കെയല്ലേ പഠിച്ചത്. ദർ ആർ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്സ് ഇൻ ദ അബോവ് പിക്ചർ. ഇവിടെ ഒത്തിരി റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? ഇതെങ്ങനെ ഒറ്റയായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? പ്ലാന്റ്, വേം, ഹെന്ന്, ഫോക്സ്, വൾച്ചർ. അതുപോലെ ഓരോ ഇത് എഴുതാമല്ലോ. എഴുതാം. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് മോർ സച്ച് സീക്വൻസസ്. എഴുതണം. ഇവിടെ ഒരെണ്ണം എഴുതണം. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്സ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. ഒരു ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ എന്തോ? ഒരു സീക്വൻസ്. ഇതുപോലെ വരുന്ന ഒരു സീക്വൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. പറഞ്ഞേ. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്സ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് വെബിലെ ഒരേ ഒരു സീക്വൻസിനെയാണ് സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആഹാര ശൃംഖല ജാലത്തിൽ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. Compare food chains you have written and list them in your science diary. സയൻസ് ഡയറിയിൽ ഫസ്റ്റ് ഏതായിരിക്കും വരുന്നത്? ഗ്രാസാ അല്ലേ വരുന്നത്? നമ്മൾ എഴുതിയാലെല്ലാം ഗ്രാസാ വരുന്നത്. ലാസ്റ്റ് ഏതാ വരുന്നത്? ഇതിലെ ഏറ്റവും ലാസ്റ്റ് ഇതിലേതാ വരുന്നിരിക്കുന്നത്? വൾച്ചർ. അപ്പോഴും നമ്മൾ എഴുതിയ എല്ലാ ചെയിനിലും ഫസ്റ്റ് വരുന്നത് ഗ്രാസും ലാസ്റ്റ് വരുന്നത് വൾച്ചറുമാണ്. From which organism do all the food chain begins? എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഫുഡ് ചെയിൻ ആരംഭിക്കുന്നത് എവിടെ നിന്നാ? പ്ലാന്റ്സ് എന്ന്. Don't they also need food for their existence? അവർക്ക് ഫുഡ് വേണ്ടേ? അവർക്ക് നിലനിൽക്കണമെങ്കിൽ, ഈ പ്ലാന്റ്സിന് നിലനിൽക്കണമെങ്കിൽ ഫുഡ് വേണ്ടേ? Where do they get their food? അവർക്ക് എവിടെ നിന്നാ ഫുഡ് കിട്ടുന്നേ? മണ്ണ്, വെള്ളം. പിന്നെ മണ്ണും വെള്ളവും മാത്രം ഉണ്ടെങ്കിൽ, മണ്ണും വെള്ളവും വളവും മാത്രം ഉണ്ടെങ്കിൽ ചെടി വളരുമോ? വെറും കുറേ മണ്ണ് ഒരു ചെടിച്ചട്ടിയിൽ നല്ല വളവും നല്ല മണ്ണും വെള്ളവും ഒക്കെ കൊടുത്ത് ഒരു ചെടിയെ നട്ടിട്ട് നമുക്കൊരു ഇരുട്ട് റൂമിൽ വയ്ക്കുവാന്ന് വിചാരിച്ചോ, ചെടി വളരുമോ? എന്താ വേണ്ടത്? വെളിച്ചം. മെയിനായിട്ട് എന്താ വേണ്ടത്? സൂര്യപ്രകാശം. ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞിട്ടില്ലേ ജീവനുള്ള സംഭവമാണെന്ന്. ലിവിങ് തിങ്സ് ആണ് പ്ലാന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ ആദ്യമൊക്കെ. ഒരു ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ. വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്. ഇതിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് എന്തൊക്കെ വേണം? മണ്ണ് വേണം, മണ്ണ് വേണം, സൂര്യപ്രകാശം വേണം, ലൈറ്റ് വേണം, വെള്ളം, വാട്ടർ വേണം. പിന്നെ എന്താ വേണ്ടതുകൊണ്ട് ഒരു ആരോ കാണിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് വേണം. നമ്മൾ ശ്വസിക്കുന്നത് ഏതാ? ഓക്സിജൻ ശ്വസിച്ചിട്ട് പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വിടുമെന്ന് പറയത്തില്ലേ? നമ്മൾ വലിച്ചെടുക്കുന്നത് ഏതാ? ഓക്സിജൻ അടങ്ങിയ വായുവാ നമ്മൾ വലിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പുറത്തു വിടുന്നത് ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ വാതകം. നമ്മൾ ഇങ്ങനെ ശ്വാസം വലിച്ചെടുത്തിട്ട് പുറത്തു വിടുന്നില്ലേ? പുറത്തു വിടുമ്പോൾ പോകുന്ന ഏത് വാതകമാ? ഏത് ഗ്യാസാ? കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഫുള്ളും കാണും അല്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് വലിച്ചെടുക്കും? ചെടി വലിച്ചെടുക്കും. എന്തിനാ ചെടി വലിച്ചെടുക്കുന്നേ? ശുദ്ധീകരിക്കാൻ മാത്രമല്ല, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടേ? കാർബൺ ഡൈ ഓക്സൈഡ് വേണം.
പക്ഷേ നമ്മൾ ഒരു ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണതിന് എന്തൊക്കെ വേണ്ടി വരും? ലൈറ്റ് വേണം, കാർബൺ ഡയോക്സൈഡ് വേണം, വാട്ടർ വേണം, മണ്ണ് വേണം. മണ്ണ് മാന്യൂർ വളം വേണം. മെയിനായിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറും ലൈറ്റും വേണം. പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. നമ്മളെ പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? കാർബൺ ഡയോക്സൈഡും വെള്ളവും ഉപയോഗിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഫോർ ദിസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. ഇതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? എനർജി എവിടെ നിന്നാണ് എടുക്കുന്നത്? സൺലൈറ്റിൽ നിന്ന്. സൺലൈറ്റ് ഉണ്ടെങ്കിലേ എനർജി കിട്ടത്തുള്ളൂ. അപ്പോഴേ എല്ലാത്തിൻ്റെ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സൺലൈറ്റ്. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. ഇതിനെയാണ് എന്താന്ന് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം എന്ന് മലയാളത്തിൽ പറയും. ക്ലോറോഫിൽ ഈസ് എ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്സ് പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ഫുഡ്. ഈ ലീഫിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട്. എന്താ? ക്ലോറോഫിൽ പിഗ്മെന്റ് ഒരു വർണ്ണം, ഒരു സംഭവമുണ്ട്, ഒരു വർണ്ണകമുണ്ട്. ക്ലോറോഫിൽ എന്ന് പറഞ്ഞ ഒരു പിഗ്മെന്റ് ലീഫിലുണ്ട്, നമ്മളെ ലീഫിലുണ്ട്. ആ ക്ലോറോഫില്ലാണ് പ്ലാന്റ്സിനെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്സിജൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഏത്? ഓക്സിജൻ. ഫോട്ടോസിന്തസിസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഓക്സിജൻ. നമ്മൾ എന്താ പഠിച്ചേ? ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പഠിച്ചു. എന്താ ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നത് കാർബൺ ഡയോക്സൈഡും വാട്ടറും കൊണ്ടിട്ടാണ്. ഫോർ ദിസ് ദേ യൂസ് ദ എനർജി ഫ്രം സൺലൈറ്റ്. സൺലൈറ്റിൽ നിന്ന് എനർജി യൂസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡും വാട്ടറും കൊണ്ടിട്ട് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെയാണ് ദിസ് ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. ഇതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഇലകളിലുണ്ടായിരിക്കും. ആ പിഗ്മെന്റ് ഫോട്ടോസിന്തസിന് എന്ത് ചെയ്യും? പ്ലാന്റ്സിന് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇലകളിലുള്ള ക്ലോറോഫില്ലും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓക്സിജൻ, ഇത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വേണമല്ലോ. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഇത് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഏത് ഒരു ഗ്യാസിനെയാണ് പുറത്ത് വിടുന്നത്? ഓക്സിജൻ എന്ന് പറയുന്ന ഗ്യാസിനെ പുറത്ത് വിടും. അപ്പോൾ ഫോട്ടോസിന്തസിസും എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മനസ്സിലായോ? Source of energy. You have seen that sunlight is necessary for food production in plants. Plants-ൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സൺലൈറ്റ് വേണം നമ്മൾ പറഞ്ഞു. Through which part do plants mainly receive sunlight? ചെടിയുടെ ഏത് പാർട്ടാണ് സൺലൈറ്റിനെ വലിച്ചെടുക്കുന്നത്? ഇതിൽ ഏത് പാർട്ടായിട്ടാണ് ആരുമായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ? ലീഫ്. സൺലൈറ്റിനെ ലീഫ് വലിച്ചെടുക്കും. ഒബ്സർവ് ദിസ് പിക്ചർ. The leaves of plants are arranged in such a way that they receive maximum sunlight. ഇതിൻ്റെ ഈ ലീഫ് എങ്ങനെയായിരിക്കുന്നേ? മാക്സിമം സൺലൈറ്റ് വലിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ വികസിച്ചിരിക്കുന്നുണ്ടോ ലീഫ് ഇങ്ങനെ തണ്ടിനെ പോലെ മറഞ്ഞാണോ ഇരിക്കുന്നേ? വേരിനെ പോലെ മറഞ്ഞാണോ ഇരിക്കുന്നേ? അല്ല, മാക്സിമം സൺലൈറ്റ് വലിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇലകൾ എന്ത് ചെയ്തിരിക്കുന്നു? അതേ രീതിയിലാണ് ഇലകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. കണ്ടോ താഴെ കുറച്ച്? ഡു യു ഫൗണ്ട് എനി സ്പെഷ്യൽ ഫീച്ചേഴ്സ്? ഓരോ ലീഫുകളിലും വരച്ചിരിക്കുന്ന നോക്ക്, കണ്ടോ? ഹിബിസ്കസ് എന്ന് വെച്ചാൽ ചെമ്പരത്തി. തുളസി ചെടി അറിഞ്ഞൂടെ? അതൊക്കെ കണ്ടിട്ടുള്ള ചെടിയല്ലേ? ബ്ലാക്ക് ബോർഡ് ട്രീ, 7 ഇലം പാല. ഈ കണ്ട ഇതിൽ കണ്ട 7 ഇലകളും കൂടെ സൺലൈറ്റിനെ വലിച്ചെടുക്കാൻ രീതിയിലാണ് നിൽക്കുന്നത്. ഇതും ഉണ്ട്, തുളസിപ്പൂ കണ്ടോ ഇങ്ങനെ നിൽക്കും, വിടർന്നാ നിൽക്കുന്ന സൺലൈറ്റ് വലിച്ചെടുക്കാൻ. ഹിബിസ്കസ്, ചെമ്പരത്തി അതേ രീതിയിലാണ് സൺലൈറ്റ്. എല്ലാത്തിനും സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഉണ്ടല്ലേ ലീഫിനെ എല്ലാം. നമ്മളെ ഹിബിസ്കസ് വരെ ചെയ്തിരിക്കുന്ന പോലെ ഹിബിസ്കസ് കണ്ടോ ഇവിടെ കണ്ടോ? ഒരു ഇല ഇങ്ങനെ ഇരിക്കും,
അതിൻ്റെ താഴെ എന്നാ വേറൊരില വന്ന്. തുളസിയിൽ നോക്ക് ഒരു പോയിന്റിൽ നിന്ന് 2 ഇലകൾ വന്നിട്ടുണ്ട് കണ്ടോ. പക്ഷെ ഈ 7 പാല ബ്ലാക്ക് ബോർഡ് ട്രീയിൽ നോക്ക് ഒരു പോയിന്റിൽ നിന്ന് എത്ര ഇത് വന്നിരിക്കുന്നത് 7. ഓരോ ചെടി അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടോ. ഹിബിസ്കസിൽ ഒരു പോയിന്റിൽ നിന്ന് 1 വന്നിട്ടുള്ളൂ, തുളസിയിൽ നിന്ന് 2 വന്നിട്ടുണ്ട്, ബ്ലാക്ക് ബോർഡ് ട്രീയിൽ 7 വന്നിട്ടിരിക്കുന്നു. Observe the plants in your surroundings and group them according to the similarity in the arrangement of leaf. നമുക്ക് പുറത്തിറങ്ങി ചെടികളൊക്കെ ഒന്ന് നിരീക്ഷിക്കാം. കൂട്ടുകാരെ, നിങ്ങളും നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് അത് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ചെമ്പരത്തി സിമിലർ ടു ഹിബിസ്കസ്. ചെമ്പരത്തിക്ക് സിമിലറായിട്ട് വേറൊരു ട്രീ ഏതാ? മാംഗോ ട്രീ ഉണ്ട്. Draw the arrangement of leaves of various plants and prepare an album. ലീഫിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ നോക്കിയിട്ട് പല പ്ലാന്റ്സിന് നിങ്ങൾ നിരീക്ഷിച്ചിട്ട് ഒരു ആൽബം പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓക്കെ, ബൈ ബൈ. And subscribe please.